അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പച്ച പപ്പായ, അതാണ് ഇന്നത്തെ നമ്മുടെ കഥാപാത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംഭവം വെച്ചിട്ട് നമ്മളിന്ന് ചെയ്യുന്നവർ അടിപൊളി ഒരു എന്താ പറയുന്നത് ഒരു ചട്നിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ഈ തൊലിയൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കിയൊക്കെ ഒന്ന് എടുക്കണം. അപ്പോൾ അത് ചെയ്തിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ നമുക്ക് ചെയ്യാം. നമ്മളപ്പോൾ അതേ പപ്പായൊക്കെ നല്ല തൊലിയൊക്കെ കളഞ്ഞ് ചെത്തി നല്ലത് ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ചെറിയൊരു പീസ് എടുത്തിട്ടുള്ളൂ. ഇതിന് അധികം വലിയ പീസിന്റെ ആവശ്യമൊന്നുമില്ല. വളരെ ചെറിയൊരു പീസ് പപ്പായ മാത്രം എടുത്തുവെച്ചാൽ മതി. അപ്പൊ നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ കൂടെ തന്നെ നമ്മുടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ സ്വല്പം എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഈ പപ്പായ ഇതിന്റെ അകത്തോട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതായത് ഒന്ന് വെന്ത് കിട്ടണം. അത്ര വേണമെങ്കിൽ ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ അരിഞ്ഞു പോകാതെ വേഗണം. അത്ര ഉള്ള കാര്യം. അപ്പൊ അത് വെന്തിട്ട് വേണം നമുക്കിനി ബാക്കി പരിപാടി ചെയ്യാനായിട്ട്. അപ്പൊ നമ്മുടെ പപ്പായ സംഭവം തുറന്നു നോക്കാം. അപ്പം ഏകദേശം എന്താ പറയുന്നത് ഒരു അത്യാവശ്യം വെന്തിട്ടുണ്ട് സാധനം. അപ്പൊ ഇത് നമുക്കൊന്ന് കോരി മാറ്റാം. അപ്പോൾ അതായത് നമ്മൾ കോരി മാറ്റി ഇതുകൊണ്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊന്നും തണുക്കട്ടെ. അപ്പോൾ ആ നേരത്തെ ആ എണ്ണയ്ക്കകത്തിട്ട് തന്നെ നമ്മൾ കുറച്ച് നമ്മുടെ ഉഴുന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഉഴുന്ന് പരിപ്പ്. അതെ, നമ്മൾ കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്ത സംഭവമാണ്. അപ്പോൾ അതുപോലെ നമുക്കൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലേക്ക് ആക്കി എടുക്കാം. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. വേറെ എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു എണ്ണ വെച്ചിട്ട് നമുക്ക് എല്ലാ പരിപാടിയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉഴുന്ന് സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ നമുക്കിനി ഒന്ന് രണ്ട് സാധനങ്ങൾ നമുക്ക് ഇടാറുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളക്. ഇതും കൂടെ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് 2 ചെറിയുള്ളിയും കൂടെ കണ്ടിച്ചൊന്നുമില്ല, ചുമ്മാ ചെറിയ ഉള്ളികൾ ഉണ്ടെങ്കിലേ ഇതിന് ഒരു ടേസ്റ്റ് കിട്ടും. അപ്പൊ നമുക്ക് ഒരു പുളിക്ക് വേണമല്ലോ, അതിന് നമ്മൾ വാളപ്പുളി എടുത്തിരിക്കുന്നത്. അപ്പം അതും കൂടെ നമുക്ക് ഇന്നത്തിടാം. അപ്പം ഇതിൻ്റെ എല്ലാം ഒരു ആ ഒരു എന്താ പറയുക ഒന്ന് പച്ചമണം ഒന്ന് മാറണം. അത്രേ ഉള്ളൂ. അപ്പം ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉഴുന്ന്, മുളക്, ഉള്ളി, പുളി, അൻസാരികളെല്ലാം നല്ല മൂത്ത് റെഡിയായി സെറ്റപ്പായിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്കിതൊന്ന് കോരി മാറ്റാവേ. എന്നിട്ട് ഇതൊന്ന് തണുക്കണം. കോരിയൊക്കെ അപ്പോൾ ഇതുണ്ടല്ലോ, ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. കാര്യം ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒഴിച്ച എണ്ണയുടെ ഒരു 3/4 ഭാഗത്തോളം നമുക്ക് തിരിച്ചും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്കൊരു സ്പെഷ്യൽ ഒരു സാധനം കൂടെ ഉണ്ട്. അപ്പോൾ അതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ വരും. എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉഴുന്നും കാര്യങ്ങളൊക്കെ നമ്മളിത് വറുത്ത് കോരി മാറ്റി നേരത്തെ വെച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ തണുത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു സാധനം കൂടെ നമുക്ക് വറുത്തെടുക്കാം. ഇതൊരു സ്പെഷ്യൽ സാധനമാണ്. ഇത് നമ്മുടെ ഉണക്കമീൻ കേട്ടോ. സാധാരണ ഏത് ചെറിയ ഉണക്കമീനും എടുക്കാതെ നമ്മൾ അതിൻ്റെ അകത്ത് ഒരു സ്വല്പം ഉപ്പ് ചേർത്തില്ല, മുളകും മഞ്ഞളും പുരട്ടിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇതെല്ലാം വറുത്ത എണ്ണ തന്നെ മതി. ഇനി ഇതിനു വേണ്ടി സെപ്പറേറ്റ് എണ്ണയുടെ ഒരു ആവശ്യമില്ല. അപ്പോൾ അതിലേട്ടിട്ട് നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം ഈ കനം കുറഞ്ഞ മീനായതുണ്ടല്ലോ, അധികം നേരം വേണ്ട, പെട്ടെന്ന് തന്നെ ഈ സംഭവം നമുക്ക് എന്താ പറയുക കുക്കായി കിട്ടും. അപ്പോൾ അതൊന്ന് റെഡിയായി കഴിഞ്ഞിട്ട് നമുക്ക് ഈ സാധനം കൂടെ ചേർത്തിട്ട് വേണം ഇതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് നമുക്ക് റെഡിയാക്കി തരാം. അപ്പോൾ ഇതൊന്ന് മൂത്ത് വെക്കാം. അപ്പോൾ നമ്മളത് മീൻ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് തേങ്ങ ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ ആവശ്യമുള്ളൂ. നമ്മൾ എടുക്കുന്നത് ഇതിനെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച്. അപ്പോൾ അതും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. കാര്യം അതിൻ്റെ ഒരു പച്ചപ്പൊക്കെ മാറുക. ഇത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാതെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മുടെ ഈ മീനിൻ്റെ ഉപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇല്ലെങ്കിൽ അവസാനം ചേർത്താലും മതി ഉപ്പ്. അപ്പോൾ ആ എന്താ പറയുക മീൻ വറുത്ത എണ്ണയ്ക്കകത്ത് തേങ്ങയും കൂടെ വരുമ്പോഴേക്കുണ്ടല്ലോ അമ്മാതിരി ടേസ്റ്റാണ്. അപ്പോൾ ഇതും കൂടെ നമ്മളൊന്ന് വറുത്ത് കോരി തണുത്തിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാണാം. അപ്പോൾ നമ്മുടെ ഉണക്കമീൻ പപ്പായ ചമ്മന്തിയുടെ ഫൈനൽ പ്രോഡക്റ്റ് ഇത് ഇവിടെ റെഡി ആയിരിപ്പുണ്ട്. റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം എന്താ പറയുന്നത് നല്ല പച്ച പപ്പായയും
ഉണക്കമീനും ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്ക്. ഓമയ്ക്കൊക്കെ കഴിക്കാത്തവരും ഉണ്ടല്ലോ, ഈസി ആയിട്ട് ഇത് കഴിക്കും. കാരണം ആ ഉണക്കമീൻ്റെ ഒക്കെ ടേസ്റ്റും എല്ലാം കൂടെ വരുമ്പോൾ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ്. നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റത്തില്ല അതുപോലെ ടേസ്റ്റ്. എന്തായാലും കൊള്ളാം. ഒന്ന് തയ്യാറാക്കി നോക്ക്. തയ്യാറാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും കൂടെ ഒന്ന് പറയണം കേട്ടോ. പിന്നെന്തോ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതെ, പിന്നെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് അതെ തന്നെ, വീഡിയോ ഒക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് ഉഷാറാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളു. അപ്പോൾ നല്ല വ്യത്യസ്തമായ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ തൽക്കാലത്തേക്ക് എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.